ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് തൃശ്ശൂർക്കാർക്കുള്ള ലുലു. അതായത് തൃശ്ശൂർ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റുന്ന തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ലുലു ആണിത്. ശരിക്കും പറഞ്ഞാൽ ഈ മാള് തൃശ്ശൂരിൽ നിന്ന് വിട്ടിട്ട് കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മൾ പാലക്കാട് എറണാകുളം റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു മാളുള്ളത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു മാൾ തന്നെയാണ്. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി കണ്ട് വിട്ടു എന്നുള്ളതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. ഇന്ന് കാര്യമായിട്ടുള്ള തിരക്കൊന്നും കാണുന്നില്ല. കാരണം ഇന്നൊരു വർക്കിംഗ് ഡേയ്സ് ആണ്. പൊതുവേ ശനി ഞായറിലൊക്കെയാണ് ഈ മാളുകളിലൊക്കെ തിരക്കുണ്ടാവുക. പക്ഷേ ഇതിവിടെ എന്തെങ്കിലും കുറച്ചുകൂടിയൊക്കെ തിരക്ക് കാണേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം. ഞാൻ അപ്പോൾ ഒന്ന് വൈകുന്നേരമാണ് എത്തിയിട്ടുള്ളത്. എന്തെങ്കിലും തീരെ തിരക്കില്ല. പിന്നെ ഇതൊരു പുതിയ മാളാണ്. ഇപ്പോൾ അത്ര അധികം സമയമായിട്ടില്ല ഇത് ഓപ്പൺ ചെയ്തിട്ട്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അത്ര വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇനിയും ഇതിൽ വരേണ്ടതുണ്ട്. കാരണം വെച്ചാൽ മിക്ക ഷോപ്പുകളും കാലിയാണ് ഇതിൽ അപ്സ്റ്റെയറിലൊക്കെ. പിന്നെ ഈ ഒരുവിധമൊക്കെ എത്തിക്കഴിഞ്ഞു. പൊതുവെ കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാ മാളിലും എല്ലാവിധ ഷോറൂമുകളും ഉണ്ടാവും. അതേമാതിരി തന്നെ ഇവിടെ ഒരുവിധം ഷോറൂമുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കണ്ടാ, ഒരുവിധം ഷോറൂമുകളൊക്കെ ഉണ്ട്, പുതിയതൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സമയം എടുക്കും. എന്നെങ്കിലും തിരക്ക് കുറച്ചൊന്ന് കുറവാണ്. ഹലോ സുഹൃത്തുക്കളെ, ഇത് ലുലു മാളല്ല കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഹൈലൈറ്റ് മാളാണ്. അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ പാലക്കാട് തൃശ്ശൂർ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഈ വലിയ ഹൈലൈറ്റ് മാൾ ഉള്ളത്. അതായത് ഈ കാണുന്ന ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ് ലുലു ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്. അത് അത്ര വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ല. നമ്മളിപ്പോൾ എറണാകുളത്തുള്ളതോ തിരുവനന്തപുരത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ മാളും വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു മാളാണ്. കണ്ടത് അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സ്ക്രീനിൽ ചിത്രവും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്. പരസ്യങ്ങളൊക്കെ കാണാൻ പറ്റാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മാൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും അത്യാവശ്യം വളരെ മനോഹരമായിട്ടും നല്ല ആധുനിക സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു മാളാണ് ഹൈലൈറ്റ് മാള്. കൂടാതെ സാധാരണ മറ്റുള്ള മാളുകളെ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാവിധ ബ്രാൻഡുകളുടെയും ഷോറൂമുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. കാരണം ഇതൊരു പുതിയ മാളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പുതിയ ബ്രാൻഡുകളുടെയൊക്കെ ഷോറൂമുകൾ വരേണ്ടതുണ്ട്. ഈ കാണുന്ന ഹൈലൈറ്റ് മാളിൻ്റെ ബേസ്മെൻറ്റിലാണ് ലുലു ഡെയിലി ഉള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബേസ്മെൻറ്റിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നാലേ നമ്മൾ ലുലു ഡെയിലിയിൽ എത്തുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു തിരക്ക് ഈ മാളിൽ കാണുന്നില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഇതിന് തൃശ്ശൂർ സിറ്റിക്ക് കുറേ കൂടി അടുത്താണ് നെസ്റ്റോ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ മാളിലേക്ക് കുറച്ചൊരു തിരക്ക് കുറഞ്ഞത്. അതഞ്ഞിപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേയ്സ് ആയതിൻ്റെ പേരിലാണോ എന്നറിയില്ല. വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ള ഒരു മാളായിട്ടാണ് എനിക്കിപ്പോൾ ഇന്ന് ഫീൽ ചെയ്തത്. എന്നാലും സാധാരണ ഈ ദിവസത്തിലൊക്കെ അത്യാവശ്യമൊക്കെ ഒരു തിരക്ക് കാണേണ്ടതാണ്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു തിരക്കൊന്നും ഇപ്പോൾ ഇന്ന് കാണുന്നില്ല. അപ്പം നമുക്ക് ലുലു ഡെയിലിയിലൊന്ന് പോയി നോക്കാം. ലുലു ഡെയിലിയിൽ തിരക്കുണ്ടോ, അത് എത്രമാത്രം വലുപ്പമുണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരണം, എലിവേറ്റർ ഉണ്ട്. ആയിക്കൂടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ ഈ കാണുന്നതാണ് ലുലു ഡെയിലി എന്ന് പറയുന്ന ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ്. ഈ കാണുന്ന ലുലു ഡെയിലിയും അത്യാവശ്യം വലുപ്പം ഉള്ള മറ്റ് ഹൈപ്പർ മാർക്കറ്റ് അല്ല വെച്ചാൽ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിനെ പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈലൈറ്റ് മാളും ലുലു ഡെയിലിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.